അവസ്ഥയും ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കളും UDF നേതാക്കളും നോക്കി വെച്ചിട്ടുണ്ട്. കാലം അധികം വിദൂരമല്ല. കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുണ്ടായ പോലീസ് ആക്രമണത്തിൽ സംസ്ഥാന വ്യാപകമായിട്ടുള്ള പ്രതിഷേധം തുടരുകയാണ്. ഇന്നും തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് സമീപത്തേക്ക് കോൺഗ്രസിന്റെ അതിശക്തമായിട്ടുള്ള മാർച്ച് ഉണ്ടായി. ചോര വീണിട്ടുണ്ട് എങ്കിൽ ഷാഫി പറമ്പിലിന് വേണ്ടി അത് തിരിച്ചു ചോദിച്ചിരിക്കും. ഉത്തരം പറയേണ്ടി വരുന്നത് കൃത്യമായിട്ട് ഞങ്ങൾ പറയിപ്പിച്ചിരിക്കും. വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് ഇതിനൊക്കെയുള്ള മറുപടിയായിരിക്കും എന്നുള്ള മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ഇന്നിപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തിയത്. ിൽ സഖാക്കളെങ്കിൽ നിയമം ഞങ്ങൾ ലംഘിക്കൂ, നിയമം ഞങ്ങൾ ലംഘിക്കൂ. പറയുന്നത് ആരും അറിയാമോ? ബഹുമാനപ്പെട്ട ബ്ലോക്ക് ഭാരവാഹികളെ, സുഹൃത്തുക്കളെ, പോലീസിന്റെ ക്രൂരമായ മർദ്ദനമേറ്റ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ ഇപ്പോൾ ആശുപത്രിയിലാണ്. ഈ ക്രൂരമായ മർദ്ദനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ പ്രതിഷേധ മാർച്ച് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ GS ബാബുവിനെ ഉദ്ഘാടനം ചെയ്തതിനാണ് ക്ഷണിച്ചുകൊള്ളു. കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കുഞ്ഞങ്ങ് പോയത് മൈക്കൊക്കെ സ്റ്റഡി നിൽക്കുന്നവരെ കൊടുത്താൽ മതി. വേണ്ട വേണ്ട, ഓൺ ചെയ്യും, മൈക്ക് ഓൺ ചെയ്യും. മൈക്ക് ഓൺ ചെയ്താ മുകളിലോട്ട് പ്രതിഷേധം പോലെ അനുവദിക്കുക. എന്തെന്നാൽ കേരളത്തിന്റെ പ്രിയപ്പെട്ട നേതാവ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കേരള പ്രദേശ് കോൺഗ്രസ് പാർട്ടി പ്രസിഡന്റ് കേരളത്തിന്റെ അതിഭീകരമായി മർദ്ദിച്ച് അദ്ദേഹം ഇപ്പോൾ ചികിത്സയിലാണ്. മുതുക്കിന്റെ പാലം വരെ തകർന്ന് അതിന്റെ സർജറിയും കഴിഞ്ഞ് ചികിത്സയിലാണ്. കേരളത്തിലെ കോൺഗ്രസിന് മാത്രമല്ല, ഈ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് സഹിക്കാൻ പറ്റുന്ന വിഷയമാക്കി മാറ്റിയത് എന്തെന്നാൽ ഈ സംസ്ഥാനത്തുടനീളം കൊള്ളയും കൊള്ളിവയ്പും നടക്കുകയാണ്. ഇത്രയും മോശമായൊരു ഭരണം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടായിട്ടില്ല. ഇത്ര ഭീകരമായൊരു ഭരണം കമ്മ്യൂണിസത്തെ വ്യഭിചരിച്ച് വിശ്വാസത്തെ തകർത്ത്
വിശ്വാസത്തിന്റെ കൂടെ പോകുന്നു എന്ന് അഭിനയിച്ച് ഈ സമൂഹത്തെ മൊത്തം വഞ്ചിച്ചും വഞ്ചിച്ചും കേരളത്തിന്റെ മുഖ്യമന്ത്രി സഞ്ചരിച്ചിരിക്കുകയാണ്. കേരളത്തിന്റെ പ്രമുഖ പത്രങ്ങളിലും കേരളത്തിന്റെ വാർത്താ ചാനലുകളിലും ഇന്ന് നമ്മൾ കാണുന്നത് മുഖ്യമന്ത്രിയുടെ മകനെതിരെ ED നോട്ടീസ് കൊടുത്തത് വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചിരിക്കുകയാണ്. ആ നോട്ടീസ് കൊടുത്തതിൻ്റെ അന്ന് ഒപ്പം നോട്ടീസ് കൊടുത്തവൻ ജയിലിൽ പോയി പുറത്ത് പരോളിൽ ഇറങ്ങി നടക്കുന്ന കാലത്ത് മുഖ്യമന്ത്രിയുടെ മകൻ ജയിലിലും പോയില്ല, ഒരിടത്തും പോയില്ല. അതിന് വാദമുഖവും അതിന് മാന്യമായ ന്യായീകരണവും ഡൽഹിയിൽ പോയി നേടിയെടുത്തു. പ്രധാനമന്ത്രി ഇവിടെ വന്ന് പറഞ്ഞതാണ്. പ്രധാനമന്ത്രി സാധാരണക്കാരനല്ല. പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് പറഞ്ഞു, കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്വർണ്ണം കെട്ടെടുത്തു, കൊള്ളയടിച്ചു, ഇന്ന പോലെ ചെയ്തു എന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി ഈ മുഖ്യമന്ത്രിക്കെതിരെ നടപടി സ്വീകരിച്ചു. അപ്പോൾ തമ്മിലുള്ളൊരു ഒത്തുകളി പുരാൻ കലക്കിയും കായിക വേലകൾ കളിച്ചും പരസ്പരം സഹകരിച്ചും ഇപ്പോഴും ശബരിമല വിശ്വാസത്തിനെതിരെയുള്ള പ്രശ്നങ്ങളുണ്ടായപ്പോൾ CBI അന്വേഷണം വേണമെന്ന് കേരളം ആകെ ആവശ്യപ്പെടുന്നു. ഹൈക്കോടതി നിരന്തരം നിരീക്ഷിക്കുന്നു. ആ അന്വേഷണം പുറത്തോട്ട് വരരുതെന്ന് അഭ്യർത്ഥിക്കുവാൻ ഇപ്പോഴും മുഖ്യമന്ത്രി പോയിട്ട് വന്നുവെന്ന് കേരളം സംശയിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ വിശപ്പിനെ എതിർത്തുകൊണ്ട്, പാവപ്പെട്ടവനെ എതിർത്തുകൊണ്ട്, വികാരങ്ങളെ വേദനിപ്പിച്ചുകൊണ്ട്, പ്രത്യയശാസ്ത്രത്തെ തകർത്തുകൊണ്ട് കേരളത്തിന്റെ ഖജനാവ് കാലിയാക്കി കേരളത്തെ നാളെ പട്ടിണിയിലേക്ക് ആഴ്ത്തിക്കൊണ്ട് കേരളത്തിന്റെ ചരിത്രത്തിലില്ലാത്ത വിധം ഒരു മുഖ്യമന്ത്രി അഹങ്കാരത്തിന്റെ മാർഗത്തിൽ ആളുകളെ ആക്ഷേപിച്ച്, ആളുകളെ ഷെയ്പ്പിനെ ആക്ഷേപിച്ചവരെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഹീനമായ ഒരു കാലത്തെയാണ് നമ്മൾ അതിജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നാടിന്റെ നന്മകൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ഈ നാടിന്റെ നല്ല നാളുകൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. അഭിമാനത്തോടു കൂടി വിഷയങ്ങളെ ബാധിക്കുമ്പോൾ അതിനുവേണ്ടി രാജിവെച്ചൊരു മുഖ്യമന്ത്രിയായ EMS രാജിവെച്ച ഒരു മുഖ്യമന്ത്രിയായ K. കരുണാകരനും മാതൃകയായി ഈ നാട്ടിൽ നിൽക്കുക. ജനാധിപത്യത്തെ നിലനിർത്തിയ കഴിഞ്ഞ കാലത്തെ മുഴുവൻ മറന്നുകൊണ്ട് ജനാധിപത്യത്തെ ചവിട്ടിമറിച്ച് ഈ സംസ്ഥാനത്തിന്റെ അന്തരീക്ഷം താറുമാറാക്കി. ഈ സംസ്ഥാനത്ത് വിശ്വാസികളുടെ നേരെ പോലും ആർത്തുലസി അഹങ്കരിക്കുന്ന ഒരു സംഭവം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ആ സംഭവത്തെ എതിർത്തുകൊണ്ട് കേരളത്തിലുടനീളം നടന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി കേരളത്തിലെ ക്യാമ്പസുകളിൽ ഈ വിഷയങ്ങളുണ്ടായപ്പോൾ കുട്ടികളിൽ KSU വീണ്ടും പുനർജീവിച്ചു. KSUവിന് ശക്തിയാർന്നു. KSU ശക്തിയായി പതാക മാറിച്ചു. നീലപ്പതാക മാറിയപ്പോൾ സഹിക്കവയ്യാതെ ആളുകൾ രംഗത്തിറങ്ങി പ്രകടനമായി അവിടെ പോലീസ് വന്ന് രഹസ്യമായി ഷാഫി പറമ്പിലിനെ തന്നെ. ഷാഫി പറമ്പിൽ ആരെന്നവർക്ക് അറിഞ്ഞു. ഈ കേരളത്തിലെ യുവാക്കളിൽ കഴിഞ്ഞ 2 ദശവർഷക്കാലമായി ആ യുവാക്കളുടെ മനസ്സ് കീഴടക്കിയ ഏറ്റവും പ്രിയപ്പെട്ട നേതാവാണ് ഷാഫി പറമ്പിൽ എന്നുള്ളത് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി തിരിച്ചറിയണം. അതിന്റെ തിരിച്ചറിവിന്റെ പ്രതിഫലനമാണ് ഇന്നലെയും ഇന്നുമായി ഈ കേരളത്തിൽ കണ്ടുപോകുന്നത്. ഇനിയും ഒരിക്കലും അടങ്ങാത്ത ദോഷവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തനം മുൻപോട്ട് പോകും. ഞങ്ങൾ സമാധാനവാദികളാണ്, സമാധാനകാംക്ഷികളാണ്, ഗാന്ധിജിയുടെ പ്രത്യയശാസ്ത്രത്തിന്റെ കൂടെയുള്ളവരാണ്. പക്ഷേ സമാധാനം നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അതെവിടെയെങ്കിലും അവസാനിപ്പിക്കുവാൻ കോൺഗ്രസ് നിർബന്ധിതരാകുമെന്ന് മാത്രമാണ് അവരോട് അറിയിക്കുവാനുള്ളത്. ഈ സമാധാനത്തിന്റെ പതാകവാഹകരായി ഒപ്പം നിന്ന് പ്രതിഷേധത്തിന് ശബ്ദമുയർത്തി, ശക്തി ഉയർത്തി ഇവിടെ സമ്മേളിച്ച് ഇന്ന് കേരളത്തിലുടനീളം 142 ഇതുപോലെ പ്രകടനം നടത്തി. എല്ലാ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ പ്രകടനം നടത്തി. ആ 284 സ്ഥലത്തെ പ്രകടനം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയാണ്. ആ 284 പ്രകടനമാണ് ഇവിടെ വന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ പ്രകടനത്തിൽ പങ്കെടുത്തിരിക്കുന്ന, ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തിരിക്കുന്ന സമാധാനത്തോട് എത്തിച്ചേർന്ന സമാധാനം നമ്മുടെ മനസ്സിലും നമ്മുടെ ശരീരത്തിൽ നമ്മുടെ മനസ്സ് തിളയ്ക്കുന്നതായിരിക്കും, ദോഷമുള്ളതായിരിക്കും. ഈ ഭരണകൂടം ഇതിന്റെ പ്രവർത്തനങ്ങളെ അവസാനിപ്പിക്കുന്നതുവരെ ഓരോ കോൺഗ്രസ് പ്രവർത്തകനും സജീവമായി ശക്തമായി മുന്നേറുമെന്ന് കൂടി അറിയിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുത്ത പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കോൺഗ്രസ് കമ്മിറ്റിയുടെ മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീമതി നർലിൻ, മറ്റ് മണ്ഡലം പ്രസിഡന്റുമാരെ, പ്രിയപ്പെട്ട ബ്ലോക്ക് ഭാരവാഹികളെ, സുഹൃത്തുക്കളെ, കേരളത്തിൽ എവിടെയെങ്കിലും യൂത്ത് കോൺഗ്രസും SFIയും DYFIയും തമ്മിലൊരു ചെറിയ വാക്കുതർക്കമുണ്ടായ പോലീസുകാർ ആദ്യം കൈവയ്ക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ തലയ്ക്കാണ്. രാത്രി അവരുടെ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ അടിക്കാൻ ആ ലാത്തിക്ക് നീളം കൂടുതലാണ്. അതുകൊണ്ട് ഇവിടെ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങൾ പറയുന്നു, നിങ്ങളുടെ ആ ലാത്തി, യൂത്ത് കോൺഗ്രസുകാരുടെ മുമ്പിൽ അടിക്കുന്ന ലാത്തി നിങ്ങൾ മടക്കി വെച്ചില്ലെങ്കിൽ 6 മാസം കഴിഞ്ഞാൽ നിങ്ങളൊക്കെ എവിടെ ഇരിക്കുമെന്ന് ഞങ്ങൾ അവരെ
ഭാഗമായി വളരെ ദൃഢനിശ്ചയത്തോടും പറയുക. ഞങ്ങളെല്ലാവരെയും നോക്കി വെച്ചിട്ടുണ്ട്. എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്. പകരം ഞങ്ങൾ ചോദിച്ചിരിക്കും, യാതൊരു സംശയവുമില്ല. ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് കോൺഗ്രസ്, ജയ് ഭാരത്. പ്രിയപ്പെട്ട യോഗത്തിന്റെ അധ്യക്ഷൻ ഉദ്ഘാടകൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതാക്കളെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ദൈവത്തിന് പോലും രക്ഷയില്ലാതെ ഇരിക്കുന്ന ഒരു ഭരണകൂടമാണ് ഇവിടെ നടക്കുന്നത്. ഇന്നലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് ഷാഫി പറമ്പിലിനെ എല്ലാവരെയും ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കളും UDF നേതാക്കളും നോക്കി വെച്ചിട്ടുണ്ട്. കാലം അധികം വിദൂരമല്ല. ഈ ഭരണം എന്നേക്കുമായി അവസാനിക്കുമ്പോൾ ഒരു UDF ഭരണം വരുമ്പോൾ നിങ്ങളെ നമുക്ക് അന്ന് കാണാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ യോഗത്തിൽ പങ്കെടുത്ത, ഈ ധർണയിൽ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്ത എല്ലാവർക്കും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ 1000 അഭിവാദനങ്ങൾ അർപ്പിച്ചു നിർത്തുന്നു. ജയ് കോൺഗ്രസ്.